ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ചാരബുധനാണ്, ആഷ് വെനസ്ഡേ. അപ്പം നമുക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇന്നലെ കുഞ്ഞിന് സ്കൂളിൽ ആനുവൽ ഡേയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാനും കുഞ്ഞും കൂടി വൈകിട്ടാട്ടോ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അർത്തുങ്ക പള്ളിയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആണ്ട് നമ്മൾ പള്ളിയിലെത്തി കേട്ടോ. എത്തിയപ്പോൾ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അകത്ത് കയറി. അപ്പോഴത്തേക്ക് ചാരം പൂശുന്ന ഇതായി കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങളും ചാരം പൂശി കേട്ടോ. അച്ഛൻ നെറ്റിയിൽ കുരിശൊക്കെ വരച്ച് തന്നു. പിന്നെ അതിന് ശേഷം പള്ളിയിൽ ബാക്കി പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. കുർബാന നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദാണ്ട് പുറത്തിറങ്ങി നമ്മൾ കപ്പലിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലിലേക്ക് പോകാൻ. അപ്പോൾ കപ്പലിന് ചുറ്റും വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നിറച്ച് മീനുണ്ട്. ഇരുട്ടായതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റില്ല. ഇതേ കൂട്ട് വിരിഞ്ഞ താമര കുറേ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ വിരിഞ്ഞ് തീരാറായതാണ്. ഇതള പൊഴിഞ്ഞ് തീരാറായതും നല്ല വലിയ മുട്ടുകളും ഒക്കെ അങ്ങനെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എപ്പോൾ ചെന്നാലും താമരയോ താമരമുട്ടോ ഒക്കെ ഉണ്ടാവാറുണ്ട്. നല്ല ഭംഗിയാണ് കുറേ നേരം അതിങ്ങനെ നോക്കി നിൽക്കാൻ. ഒത്തിരി ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ ഒരു താമര ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് ഒരു ലാവണ്ടർ, ഒരു വയലറ്റ് കളർ, ലാവണ്ടർ, നല്ല ഡാർക്ക് ലാവണ്ടർ കളറിൽ ഇലയിൽ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് വിട പറയുകയാണ്. എല്ലാവരുമൊക്കെ പോയി തുടങ്ങി കേട്ടോ. എല്ലാവരുമൊക്കെ പോയി തുടങ്ങി. നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ചെല്ലുന്ന സമയത്ത്. ഇന്ന് പള്ളിയിൽ വൈകുന്നേരം ഇങ്ങനൊരു പ്രത്യേക ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെയും ഇതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്താ എല്ലാവരും ഇങ്ങനെ പൊഴിഞ്ഞ് പോയി തുടങ്ങിയിട്ടാ. എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഞങ്ങളെന്താ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു പള്ളിയുടെ വ്യൂ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ, ഇതൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ആ ഇലകളും ആ പച്ചപ്പും എല്ലാം ലൈറ്റ്സും എല്ലാം കൂടിയായിട്ട് വന്നപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.